സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്, ഞാൻ നിരന്തരമായി പറയുന്നത് പോലെയാണ്, മൂക്കാതെ പഴുക്കുക എന്നുള്ളൊരു ചൊല്ല് ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. അതായത് ചിലരുടെ ശരിയാവും, ചിലരുടെ ശരിയാവില്ല. വൈറലാകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ടാക്ടിക്സ്, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഗവേഷണത്തിലാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ. അതിന് പ്രത്യേകിച്ചൊരു മാർക്കറ്റ് കേരളത്തിലുണ്ട് എന്നുള്ളതാണ്, ഒരു സദാചാര മാർക്കറ്റ് കേരളത്തിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അതിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതിൽ ഒരു വിക്ടിം കൂടിയാണ് ഞാൻ. കാര്യം നേരത്തെ ഈ പറഞ്ഞിരിക്കുന്ന വൈറൽ ടീച്ചർ, അതായത് മിട്ടുപൂച്ച തങ്കുപൂച്ച ടീച്ചർ, ആ ടീച്ചറോട് അങ്ങനെ വൈറലായ സമയത്ത് ഒരു സിനിമയിൽ ഞാൻ ആ സമയത്ത് നിർമ്മിക്കുന്ന ഒരു സിനിമയിൽ, അല്ലെങ്കിൽ ഞാൻ അതുമായി ബന്ധപ്പെട്ടിരുന്ന ഒരു സിനിമയിൽ ആ ടീച്ചർ അത്രയും വൈറലായല്ലോ, ആ ടീച്ചറുടെ ഒരു വേഷം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചത് പോലും വലിയ വിവാദമാക്കി മാറ്റുകയും വലിയ പ്രശ്നങ്ങളായിട്ട് മാറുകയും ഞാൻ ഏതൊക്കെയോ തരത്തിൽ പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലൊക്കെ പ്രചാരണം നടന്നു. ഇപ്പോ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ അവർക്കെതിരെ ഞാൻ കൊടുത്ത കേസിൽ അവർക്കെതിരെ FIR ഉണ്ട്. അല്ലാതെ എനിക്കെതിരെ അവർ കൊടുത്തിട്ടുള്ള ഒരു കേസിലും FIR ഇല്ല എന്നുള്ളതാണ്. അപ്പോ ഈ പറയുന്ന പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞു, അത് കേരളത്തിൽ വന്ന് കഴിഞ്ഞു. കേരളത്തിൽ വെച്ചിട്ട് ഗോവിന്ദ മാഷ് അത് നടത്തിക്കൊടുത്തു എന്നുള്ളതൊക്കെ പറയുമ്പോൾ പോലും ഇത് ഒരു വൈറൽ ടാക്ടിക്സ്, ആ വൈറൽ ടാക്ടിക്സിന്റെ ഭാഗമാണ്. അത് പൊളിറ്റിക്കലായിട്ട് അത് യൂട്ടിലൈസ് ചെയ്തു CPIM എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോ പോക്സോ കേസുമായി ബന്ധപ്പെട്ടിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള ഒരു അറിവ് കിട്ടുന്ന ഒരാള് അത് പോലീസിലോ ബന്ധപ്പെട്ട അധികാരികളിലോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ പോലും അവർക്കെതിരെ, ആ റിപ്പോർട്ട് ചെയ്യാത്ത അവർക്കെതിരെ, അല്ലെങ്കിൽ ഈ അറിവുള്ള ആൾക്കെതിരെ കേസെടുക്കാൻ പറ്റും. അവർക്ക് പോലും 3 വർഷത്തിൽ കൂടുന്ന ജയിൽ ശിക്ഷ വിഭാവനം ചെയ്യുന്ന ഒരു നിയമമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് മന്ത്രിയാണെങ്കിലും നിയമം ഒരുപോലെ തന്നെ ബാധകമായിരിക്കും. അല്ല, ആണ് തീർച്ചയായിട്ടും. മന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും പോക്സോ കേസിൽ അങ്ങനെ ഒരു ഇളവും ഒരു ഒഴിവുകഴിവും നൽകിയിട്ടില്ലെന്നേ. അപ്പം ആ പെൺകുട്ടിക്ക് 2 തരം രേഖകൾ ഉണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ. അതായത് ഈ ഫർമാന്റെയും കുടുംബം ഇതിന്റെ പിന്നില് ലവ് ജിഹാദ് എന്ന് പറഞ്ഞിട്ട് വന്നു അല്ലെ. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ പിതാവ് തുടക്കം മുതൽ പറയുന്നുണ്ട് കുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല, അതിനുള്ള വിവാഹപ്രായമായിട്ടില്ല, അല്ലാതെ മതമല്ല പ്രശ്നം എന്ന് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കേരള സ്റ്റോറി സിനിമയുമായി ബന്ധപ്പെടുത്തിയിട്ടൊക്കെയായിരുന്നു സംസാരങ്ങൾ വന്നിരുന്നത്, ചർച്ചകൾ നടന്നിരുന്നത്. പക്ഷേ അതിനപ്പുറം വീണ്ടും അന്വേഷണം വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പോക്സോ കേസ് വന്നിരിക്കുന്നത് വധുവിന്റെ ഗോത്ര പശ്ചാത്തലം കൂടെ പരിഗണിച്ച ശേഷമാണ്. തീർച്ചയായിട്ടും. അതായത് ഈ ഗോത്ര വംശത്തിലുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് അതായത് ഈ നോർത്ത് ഈസ്റ്റിലേക്കുള്ള ആളുകൾക്ക് കൃത്യമായിട്ടുള്ള നിയമ പരിരക്ഷയുണ്ട്. അവർ ഏത് വർഷത്തിൽ അവർക്ക് നിയമപരമായിട്ട് വിവാഹം ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ അതിപ്പോ കേരളത്തിൽ വന്നിട്ടോ അല്ലെങ്കിൽ കശ്മീരിൽ സ്ഥലം മേടിക്കാൻ വേണ്ടിയിട്ട്, ഭൂമി മേടിക്കാൻ വേണ്ടിയിട്ട് ബാക്കി 28 സ്റ്റേറ്റിലുള്ള ആളുകൾക്കും പറ്റില്ല. അതായത് ജമ്മു ആൻഡ് കാശ്മീരിൽ ഒരു സ്ഥലം മേടിക്കണമെങ്കിൽ നേരത്തെ ഈ 370 റദ്ദാക്കുന്നതിന് മുമ്പായിട്ട് ഒരാൾക്കും പറ്റില്ലായിരുന്നു. അപ്പൊ അത്തരത്തിൽ നിബന്ധനകളുണ്ട്. ഈ നിബന്ധനകളൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടായി കേരളത്തിലേക്ക് വന്നിട്ട്, കേരളം വളരെ സെക്യുലർ ആയിട്ടുള്ള, വളരെ സോഷ്യൽ ആയിട്ടുള്ള, വളരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനിക്കുന്ന അല്ലെങ്കിൽ അവശേഷിക്കുന്ന ഒരു കനൽ എന്നുള്ള രീതിയിൽ വന്നിട്ട് അതിനെ പൊലിപ്പിച്ചുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ പോലും ഈ രാജ്യത്തെ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം, ബാധ്യത ശ്രീ ഗോവിന്ദ മാഷിനെ പോലുള്ള ആളുകൾക്കുണ്ടായിരുന്നു. അതായത് ഈ പറയുന്ന AKG സെന്ററിനുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോ ഇവിടെ ഈ പറയുന്ന 16 വയസ്സും 3 മാസവും ആയിട്ടുള്ളൂ എന്നുള്ളതാണ് വാർത്തകൾ അല്ലെ. മധ്യപ്രദേശിലെ ഒരു സർക്കാർ ആശുപത്രിയിൽ 2009 ഡിസംബർ 30 പെൺകുട്ടി ജനിച്ചത് അല്ലെ. അങ്ങനെയാണെങ്കിൽ 2008 ജനുവരി 1 ജനിച്ചു എന്ന് പറയുന്ന ഈ വർഷം മാർച്ച് 11 വിവാഹതയാകുമ്പോൾ പെൺകുട്ടിക്ക് 16 വയസ്സും 2 മാസവും 12 ദിവസവും. പോക്സോ കേസാണെന്നേ, പോക്സോ അട്രാക്ട് ചെയ്യുന്ന കൃത്യമായിട്ടുള്ള കേസാണെന്നേ.
അവർക്ക് പിന്നെ ഇനി ഇതിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് സുപ്രീം കോടതി, അതായത് പരമോന്നത കോടതിയെ കൃത്യമായിട്ട് രണ്ട് തരത്തിലുള്ള ബാലൻസിംഗ് ഉണ്ട്. അതായത് ഒരു ബയോളജി, ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു കാര്യം കൂടി ഈ പറഞ്ഞു വന്നതിൽ നിന്ന് ഞാൻ തുടങ്ങുകയാണ്. കാരണം ഈ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് ഇവർ ചെന്നപ്പോൾ അവിടെയൊക്കെ നിരസിക്കുകയായിരുന്നു, എതിർപ്പ് വന്നു എന്നാണ് പറയുന്നത്. പക്ഷേ കേരളം അതുകൊണ്ടാണ് തെരഞ്ഞെടുത്തതെന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഈ വ്യാജരേഖകൾ ഉണ്ടാക്കി കല്യാണം കഴിക്കാനുള്ള ഒരു ഇടമായി കേരളത്തെ കാണുന്നു മറ്റുള്ളവർ എന്നുള്ള ഒരു ചിന്ത കൂടി വരികയല്ലേ? തീർച്ചയായിട്ടും അതാണ് നമ്മൾ ആദ്യമായിട്ട് ഗസ്റ്റ് വർക്കേഴ്സ്, അതായത് അതിഥി തൊഴിലാളികൾ എന്ന് പിന്നെ ഈ പറയുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ വിളിച്ച സംസ്ഥാനമാണ് നമ്മുടേത്. ലോകത്ത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു, അതായത് ഒരേ ഒരു രാജ്യത്ത് അങ്ങനെ വിളിച്ച ആളുകളാണ് നമ്മുടേത്. അപ്പം അങ്ങനെ ഒരു ഇടം, ഒരു സുരക്ഷിത ഇടം എന്നുള്ള രീതിയിലേക്ക് വരുന്ന ഒരു സാഹചര്യം പോലും നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പോക്സോ മാത്രമല്ല, ഇവര് പിന്നെ ഷെഡ്യൂൾ കാസ്റ്റ് ആണ് അല്ലെങ്കിൽ ഷെഡ്യൂൾ ട്രൈബ് ആണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആവുമ്പോ അട്രോസിറ്റീസ് ആക്ട് വരും. ഇനി ഇവൻ ഈ പറയുന്ന ഇവരുടെ രജിസ്ട്രേഷൻ ഓഫ് പിന്നെ മാരേജ് ആക്ട് നിലനിൽക്കുന്നില്ല എങ്കിൽ പോലും അട്രോസിറ്റീസ് ആക്ട് നിലനിൽക്കുന്നേ. അപ്പം ആ കേസ് എടുക്കാൻ വന്നിട്ടുള്ളത്, അതായത് ഇവര് എനിക്കൊന്ന് പർദി ഗോത്ര വിഭാഗത്തിൽപ്പെട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അല്ലെ. ഈ പർദി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഞാൻ ഇതിനു മുമ്പായിട്ട് എന്റെ നാട്ടിൽ തന്നെ ഒരു ഗോത്രവർഗത്തെ ഇവരെന്ത് ചെയ്തു, ഈ ഗോത്രത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് കുലംകുത്തിയായിട്ട് പ്രഖ്യാപിച്ചു. അതായത് ആ കുലംകുത്തിയായിട്ട് പ്രഖ്യാപിച്ചത് എരുമക്കാരെന്ന് പറയുന്ന ഒരു വംശമാണ്, അവരാണ്. ഇവര് പിന്നീട് ഇത് ഹൈക്കോടതിയിലെത്തിയപ്പോൾ ഞാനാണ് ഹാജരായത് ഈ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട്, അതായത് കുലംകുത്തിയായിട്ട് പ്രഖ്യാപിച്ച ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാനാണ് ഹാജരായത്. അപ്പൊ ഞാൻ ചേംബർ ഹിയറിംഗ് ആയിരുന്നു. അപ്പൊ എന്നോട് എനിക്ക് പിന്നെ കൃത്യമായിട്ട് ഞാൻ ആ ജഡ്ജിന്റെ പേര് പറയുന്നില്ല, ചേംബർ ഹിയറിംഗിൽ ഞാൻ കയറിയപ്പോ ജഡ്ജ് എന്നോട് ചോദിച്ചു, ഇത് പ്രധാനമന്ത്രിയുടെ ഗോത്രമല്ലേ എന്ന് ചോദിച്ചു. അപ്പം പ്രധാനമന്ത്രിയുടെ ഗോത്രമാണ്, പ്രധാനമന്ത്രിയുടെ പിന്നെ ജാതിയാണ്. പക്ഷേ അത് ദക്ഷിണേന്ത്യയിൽ വരുമ്പോൾ, നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ ആ ഗോത്രമല്ല, ഇവരൊരു ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയാണ്. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഒരു ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ആണ് എന്നുള്ള ഒരു കാര്യം അപ്പോഴാണ് ആ ജഡ്ജിന് ബോധ്യം വന്നത്. അപ്പം എന്നോട് ചേംബറിൽ ആ ജഡ്ജി ചോദിച്ചത്, ഇങ്ങനെ ഒരു ഗോത്രമുണ്ടോ, ഇങ്ങനെ ഒരു വംശമുണ്ടോ, ഇങ്ങനെ ഒരു സംവിധാനമുണ്ടോ എന്നുള്ളതാണ്. അപ്പം സുപ്രീം കോടതിയുടെ, കേരള ഹൈക്കോടതിയുടെ ജഡ്ജിമാർക്ക് പോലും അറിയാത്ത സാഹചര്യങ്ങൾ ഈ നാട്ടിലുണ്ട്. പക്ഷേ അതിനൊക്കെ പുകമറയായിട്ട് ഒരു പുരോഗമന സംസ്കാരം പുലർത്തുന്ന ഒരു നാട് എന്നുള്ള രീതിയിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് അതിക്രമിച്ച് എന്ന് തന്നെ ഞാൻ പറയും കയറുകയും അതിൽ അട്രോസിറ്റീസ് പോലും പരിഗണിക്കാതെ ഗോവിന്ദ മാഷിനെ പോലുള്ള പരിണിതപ്രജ്ഞരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ ഇതിന് വളം വെച്ചു കൊടുക്കുന്നതും അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. ഞാൻ പറഞ്ഞ ലിവിങ് ടുഗദർ വളരെ ഫ്രീ ആയിട്ട് പിന്നെ ഉള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. അതായത് കല്യാണം കഴിച്ചാൽ പോലും ഏറ്റവും അവസാനമായിട്ട് അലഹബാദ് ഹൈക്കോടതിയുടെ വിധി വന്നിട്ടുള്ളത്, നിങ്ങൾ വിവാഹിതനാണെങ്കിൽ പോലും മറ്റൊരു ലിവിങ് ടുഗദറുമായിട്ട് ഉണ്ടെങ്കിൽ അവിടെ ധാർമ്മികതയല്ല പ്രശ്നം, നിയമപരമായിട്ട് അതിനൊരു വിലക്കില്ല, ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിയമമില്ല എന്നുള്ളതാണ് കൃത്യമായിട്ട് അലഹബാദ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അത് സുപ്രീം കോടതി ഇതുവരെ അതിനൊരു സ്റ്റേയോ അതിന് ഏതെങ്കിലും തരത്തിൽ അത് ഗണിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പൊ അതായത് ഒരു വിവാഹിതനായിട്ടുള്ള ആളാണെങ്കിൽ പോലും അവർക്ക് മറ്റൊരാളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് വെക്കാൻ പറ്റുമെന്നുള്ള വ്യക്തമായിട്ടുള്ള നിയമമുള്ള രാജ്യമാണ്. ഏതെങ്കിലും തരത്തിലുള്ള സദാചാരം ബാധിക്കാത്ത രാജ്യമാണ് നമ്മുടേത്. സദാചാരം, ധാർമ്മികതയൊക്കെ മറുപുറത്താണ്. വ്യക്തിപരമായിട്ടുള്ള സ്വകാര്യത, അവരുടെ വ്യക്തിപരമായിട്ടുള്ള മൗലികാവകാശം, അതാണ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ള രാജ്യമാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഗിമ്മിക്ക്, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ഈ കേരളത്തിൽ എത്തിക്കൊണ്ട് നടന്നു എന്നുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.